ക്രിസ്തീയ സഭയിൽ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു കൂദാശയാണ് വിവാഹം. സ്നേഹത്തിൻ്റെ കൂദാശ എന്നാണ് വിവാഹത്തെ വിളിക്കുന്നത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള നിസ്തുല സ്നേഹത്തിൻ്റെ പ്രതിഫലനം ഒരു ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകണം. വിശുദ്ധ മാമോദീസയിലൂടെ ക്രിസ്തു ശരീരത്തിലെ അംഗങ്ങളായി തീർന്ന് കർത്താവിൻ്റെ യോഗ്യതയാൽ നീതീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് അവിടുത്തെ ശരീരത്തിൽ വസിക്കുന്ന രണ്ടംഗങ്ങൾ ദൈവരാജ്യത്തിലേക്ക് കൂടുതൽ ആത്മാക്കളെ വിശുദ്ധിയോടെ ചേർക്കുവാനായി ദൈവം അവരെ തെരഞ്ഞെടുത്ത് യോജിപ്പിച്ച് ആദമും ഹവ്വയും ആദ്യം ഏദനിൽ താമസിച്ചതുപോലെ മഹത്വത്തിൻ്റെ വസ്ത്രമണിഞ്ഞ് ദൈവത്തിൻ്റെ നായകത്വത്തിൽ സംരക്ഷണത്തിൽ അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷണങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങളുമായ സ്നേഹവും സന്തോഷവും സമാധാനവും അന്യോന്യം പങ്കുവച്ച് അനുഭവിച്ച് ജീവിക്കുന്നതാണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ക്രിസ്തീയ കുടുംബജീവിതം. അവർ വിശുദ്ധരും അവരുടെ മക്കളും തലമുറയും വിശുദ്ധരുമായിരിക്കും. താൽക്കാലികമായ ജഡമോഹങ്ങളുടെ പൂർത്തീകരണമോ വംശത്തിൻ്റെ നിലനിൽപ്പോ അല്ല പുതിയ നിയമ കാഴ്ചപ്പാടിൽ വിവാഹത്തിൻ്റെ ലക്ഷ്യം. ദൈവരാജ്യത്തിലെ ശുദ്ധീകരിക്കപ്പെട്ട രണ്ട് വ്യക്തികൾ നിസ്തുലമായ ബന്ധത്തിലൂടെ പരസ്പരം ഒന്നായിത്തീരുകയും ക്രിസ്തുവിൽ ഒന്നായി ചേരുകയും ചെയ്യുന്നതാണ് വിവാഹത്തിൻ്റെ അന്തഃസത്ത. സ്നേഹബന്ധത്തിൽ അവർ ക്രിസ്തുവിൽ ഒന്നാകുന്നത് കൊണ്ട് അവരുടെ നിത്യബന്ധത്തെ മുറിക്കുവാൻ രോഗത്തിനോ മരണത്തിനോ പോലും സാധ്യമല്ല. വിവാഹ കുദാശയിൽ അവരെ അണിയിക്കുന്ന കിരീടം അഥവാ മകുടം മനുഷ്യവികാരങ്ങളുടെ മേലുള്ള ദമ്പതികളുടെ വിജയത്തിൻ്റെ ചിഹ്നമാണ്. അവർ ഇനി രണ്ടല്ല, ഒന്നത്രേ. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറയുവാൻ സാധിക്കുകയുമില്ല. മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷയുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെയും വിശ്വസ്തതയുമാണ് ഊന്നിപ്പറയുന്നത്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നത് പോലെ മനുഷ്യർ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസ്തതയും കാണിക്കണമെന്നും ആ ഗുണങ്ങൾ ദാമ്പത്യ ജീവിതത്തിലൂടെ വെളിപ്പെടണമെന്നും ഈ പ്രാർത്ഥനകൾ അനുസ്മരിപ്പിക്കുന്നു. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഭാര്യമാരെ, ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ദൈവനാമം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമേൻ.